ഫിഫയ്ക്കെതിരെ വിമർശനങ്ങളും സംശയങ്ങളും വർദ്ധിക്കുന്നതിനിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിയാനി ഇൻഫന്റീനോയ്ക്കെതിരെ മത്സരിക്കാൻ ഒരു പൊതു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫുട്ബോൾ ഫെഡറേഷനുകൾക്കിടെ സജീവമാണ്. ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുന്ന ഇൻഫന്റീനോയെ പിന്തുണയ്ക്കേണ്ടെന്ന് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചു. ഇൻഫന്റീനോയുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുന്ന കത്തിൽ ജർമ്മനി ഒപ്പുവച്ചിട്ടില്ല. കൂടുതൽ ഫെഡറേഷനുകൾ ഇൻഫന്റീനോയിൽ നിന്ന് അകലം പാലിക്കുന്നുവെന്നാണ് സൂചന. അടുത്ത വർഷം നവംബറിലാണ് തിരഞ്ഞെടുപ്പ്. അമേരിക്കൻ താരത്തിന്റെ റെഡ് കാർഡ് വിലക്ക് ഒഴിവാക്കാൻ ട്രംപിന്റെ ഇടപെടലിന് വഴങ്ങിയതും ചില ടീമുകളോടുള്ള പക്ഷപാതപരമായ സമീപനവുമാണ് ഇൻഫന്റീനോയ്ക്ക് തിരിച്ചടിയാകുന്നത്. ഖത്താറി ബിസിനസ്സുകാരനും PSG ചെയർമാനുമായ നാസർ അൽ ഖലീഫി, പോളണ്ടുകാരനായ അഭിഭാഷകനും വാർസോ ക്ലബ് ഉടമയുമായ ഡാരിയസ് മിയോഡസ്കി എന്നിവരും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. ഇതിനിടെയാണ് യൂറോ 2028 സുതാര്യമാക്കി നിലനിർത്താൻ ഇറ്റലി, ജർമ്മനി, പോർച്ചുഗൽ, നോർവേ, അയർലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫുട്ബോൾ ഫെഡറേഷനുകൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മത്സരത്തിന്റെ ഒഴുക്കിന് പ്രാധാന്യം നൽകി പരമ്പരാഗത നിയമങ്ങൾ നിലനിർത്താനാണ് യുഎഫയുടെ തീരുമാനം. കടുത്ത ചൂടുള്ള അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം ഹീറ്റ് ബ്രേക്ക് അനുവദിക്കും. വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായുള്ള കൂളിംഗ് ബ്രേക്കുകളും മറ്റിടവേളകളും ഒഴിവാക്കും. യൂറോ 2028 യുണൈറ്റഡ് കിങ്ഡവും അയർലൻഡുമാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, മനോരമ ന്യൂസ്.